ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു സ്പെഷ്യൽ നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ഈസിയായി തനി നാടൻ സ്റ്റൈലിൽ അരി അരച്ചാണ് നമ്മൾ ഈ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിലാണ്. ഇതുപോലെ നല്ല ഉള്ളൊക്കെ പൊങ്ങി വന്നിട്ടുള്ള നെയ്പ്പത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നിറയെ പുഴുക്കലരി എടുക്കുക. നമ്മൾ സാധാരണ ചോറൊക്കെ വയ്ക്കുന്ന വെള്ള അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരടപ്പുള്ള പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമ്മളുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് തലേന്നേ ഈ അരിയും പച്ചരിയും സാധാരണ തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ അരച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിലാക്കാനാണെങ്കിൽ ഇത്തരത്തിൽ 1 മണിക്കൂർ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഒരല്പം തിളക്കുന്നതിലും തെറ്റില്ല. വേവ് വളരെ കുറവുള്ള അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. റേഷൻ അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ആവശ്യത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നത് കാണാം. കണ്ടോ, നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അരിയൊക്കെ. ഇനി നമുക്കിത് വെള്ളം വാർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ മെറ്റൽ അരിപ്പ ആയതുകൊണ്ടാണ് ഇതുപോലെ ചൂടോടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ പ്ലാസ്റ്റിക് അരിപ്പയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടില്ല. സാധാരണ അരി വാർത്ത് വയ്ക്കുന്നത് പോലെ വാർത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അരി ഒന്ന് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മാക്സിമം വെള്ളം കുറച്ച് വേണം നമ്മൾ അരച്ചെടുക്കുവാനായിട്ട്. വളരെ കുറച്ച് ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കുവാനായിട്ട്. ഒത്തിരി അധികം ചേർത്താൽ നമുക്ക് അരച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിത് അരച്ചെടുക്കാം. വളരെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് തരികളൊക്കെ ഉണ്ടാകുന്നൊരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കുവാനായിട്ട്. മുഴുവൻ അരിയും ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് മുതൽ ഏകദേശം 1 കപ്പ് വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്പമായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഒത്തിരി ടൈറ്റായിട്ടല്ലാതെ നമുക്ക് പരത്തിയെടുക്കാനുള്ള ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മൈദ കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അത് വേറൊരു രീതിയിലുള്ള നെയ്പ്പത്തിലാണ് നമുക്ക് കിട്ടുക. അരിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഒരു നെയ്പ്പത്തിലാണ്. കണ്ടോ, നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പിനടുത്തോളം മൈദ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നെയ്പ്പത്തിൽ പരത്തിയെടുക്കുവാനായിട്ട് ഇതുപോലുള്ളൊരു പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മുടെ മൂടി വയ്ക്കുന്ന വല്ല പരന്ന മൂടിയോ ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഞാനിത് എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എളുപ്പത്തിൽ ഇത്തരത്തിൽ നെയ്പ്പത്തിൽ പരത്തി നമ്മുടെ കയ്യിലേക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ്. അല്ലെങ്കിൽ പഴയ പാൽ കവറോ അങ്ങനെയുള്ള കവറുകളാണെങ്കിൽ നിങ്ങൾക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതിന് മുകളിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അല്പം എണ്ണ നമ്മുടെ കയ്യിലേക്കും പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന്
ഒരു ഉരുള എടുത്ത്, ഒരു ചപ്പാത്തി ഉരുളയുടെ അത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ അത്യാവശ്യം കനത്തിൽ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് തിന്നായിട്ടാണ് വേണ്ടതെങ്കിൽ തിന്നായിട്ടും പരത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ കറികളുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അല്പം കട്ടിയിൽ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിൽ കൈകൊണ്ട് എടുക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളിത് ഇതുപോലെ ഒരു റാപ്പ് വെച്ച് പരത്തിയത് കൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ സാധിക്കുന്നത്. ചീനച്ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലായാലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വേണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ നെയ്പ്പത്തിൽ വറുത്ത് കോരുവാനായിട്ട്. നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് വേണം നമ്മുടെ നെയ്പ്പത്തിൽ മുഴുവനായിട്ട് പൊരിച്ചെടുക്കുവാനായിട്ട്. അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് നെയ്പ്പത്തിൽ പൊങ്ങി കിട്ടുകയുള്ളൂ. നല്ല പൂരിയൊക്കെ പൊന്തി വരുന്നത് പോലെ നമ്മുടെ നെയ്പ്പത്തിൽ ഈ ചൂട് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നെയ്പ്പത്തിൽ കോരി മാറ്റുമ്പോൾ നമ്മൾ ഇങ്ങനെ ചരിച്ച് മുഴുവൻ എണ്ണയും വാർത്ത ശേഷം വേണം കോരി മാറ്റുവാനായിട്ട്. അപ്പോഴാണ് നമുക്ക് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല നെയ്പ്പത്തിൽ കിട്ടുകയുള്ളൂ. നമ്മുടെ മലബാർ സൈഡിൽ നെയ്പ്പത്തിലെന്നും വടക്കൻ നാടുകളിൽ നെയ്പത്തിരി എന്നും അറിയപ്പെടുന്ന നമ്മുടെ ടേസ്റ്റുള്ള നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നില്ലേ? എങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പറ്റിയൊരു കറിയുമായി അടുത്ത തവണ വീണ്ടും കാണുന്നത് വരെ ബായ്. മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്